പോലീസ് കസ്റ്റഡിയിലെത്തുന്നല്ലേ പറഞ്ഞത്? അതെ, ദേവികയ്ക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് അറിഞ്ഞത്. ഇന്ന് സ്വാമിയോട് ആര് പറഞ്ഞു? സ്വാമിക്ക് ഇതിൽ എന്തോ കാര്യമായ ആനന്ദം ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ ആനന്ദിച്ചൊന്നും ഇല്ല എന്റെ പൊന്നു മേഡം, കേട്ട വിവരം പറഞ്ഞതാ. ഇതൊരു കള്ളപ്പരാതിയാ. ഇതിൽ നിന്നും സുധിയുടെ അച്ഛൻ ക്ലീനായി ഊരിപ്പോന്നോളും. അതിനു വേണ്ടത് സിദ്ധാർത്ഥൻ ചെയ്യുന്നുണ്ട്. നീരജ പോകുന്നില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക്? എന്താ അപ്പച്ച കൂടെ പോകുന്നുണ്ടോ? അയ്യോ, ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളേ. ജാമ്യത്തിന് ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചി, ജാമ്യത്തിന് വേണ്ടതൊക്കെ അവിടെ സിദ്ധാർത്ഥൻ ചെയ്യുന്നുണ്ട്. പണി ഒപ്പിച്ചത് ഇരുട്ടെന്നും പരുന്തെന്നും പറയുന്നവന്മാരാണെന്ന് കേട്ടത്. എന്തായാലും അവന്മാര് കാരണം ഇങ്ങനൊരു ഗുണം കൂടി ഉണ്ടായി. പാവം സുധിരച്ഛൻ. എന്താണ് പൊന്നാങ്ങളെ ഫോണിലേക്ക് കണ്ണുനട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നേ? എന്തെങ്കിലും തൂതു വരാനുണ്ടോ? നീ നിന്റെ പാട് നോക്കുക കാഞ്ചനെ. മനുഷ്യനെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല നീ. ആഹാ, അത് കൊള്ളാലോ. നിങ്ങളുടെ സ്വസ്ഥതക്കേടിന്റെ കാരണം ഞാനാണോ? ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണായിരുന്നു, ഒരു കാലത്ത് തിരിച്ചടി ഉണ്ടാവുമെന്ന്. തിരിച്ചടിച്ചാല് അതിനെങ്ങനെ തടയിടണമെന്ന് എനിക്കറിയാം. നിന്റെ ഉപദേശം സഹായം ഒന്നും വേണ്ട. അയ്യോ, ആര് സഹായിച്ചാലും നിങ്ങൾക്ക് രക്ഷയില്ല. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചതുപ്പിലാ ഇപ്പൊ നിങ്ങളിരിക്കും. മുങ്ങിച്ചാവുക എന്നത് മാത്രമാ മുന്നിലുള്ള ഏക മാർഗം. ആയിക്കോട്ടെ, പക്ഷേ ചത്താലും ആരുടെയും മുമ്പിൽ ഞാൻ തല കുനിക്കില്ല. ആ, അത് കൊള്ളാം. ഇത്രയൊക്കെ ആയിട്ടും അഹങ്കാരത്തിന് മാത്രം യാതൊരു കുറവുമില്ല. എന്താ അപ്പച്ചി? നിന്റെ താടി ദേ ഫോണും പിടിച്ച് പേഴിച്ചിരിക്കുക. കാര്യം എന്താന്ന് ചോദിക്കണേ അങ്ങോട്ട്. എന്താ സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ നിരഞ്ജൻ, ഏയ് ഒന്നുമില്ല. ഡാഡിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. രഹസ്യങ്ങൾക്കൊന്നും ഇനി അധികം ആയുസ് ഉണ്ടാവില്ല. മൂടി വെച്ചതൊക്കെ ഓരോന്നോരോന്നായി പുറത്തു വരും. അപ്പോഴും ഇങ്ങനെ തല ഉയർത്തി തന്നെ ഡാഡി നിൽക്കണം. എനിക്കൊരു രഹസ്യമില്ല. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ എന്റെ ശരികളാ. സാറിന്റെ ശരികൾ മറ്റുള്ളവരുടെ നോട്ടത്തിൽ തെറ്റുകളായി കൂടുന്നില്ലല്ലോ സർ. ഒരു വാക്ക് തർക്കത്തിനൊന്നും ഞാനില്ല നിരഞ്ജൻ. എങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നം അതെന്താണെന്ന് സാറ് പറയേ. പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ശ്രമിക്കാം. അത് കുറച്ച് പണത്തിന്റെ പ്രശ്നമാണ്. തങ്കച്ചിക്ക് കൊടുക്കാനുള്ള പലിശ, ഇതുവരെയുള്ള പലിശ ഉടനെ കൊടുക്കണം. അല്ലെങ്കിൽ ആകപ്പാടെ പ്രശ്നമാവും. ഓ, ഇത്രയേ ഉള്ളോ കാര്യം? ഡാഡിക്ക് സ്വാമിയോട് ചോദിക്കായിരുന്നില്ലേ എന്ത് വേണോന്ന്? ഏത് കാര്യത്തിനും കൃത്യമായ ഉപദേശവും സഹായവും തരുന്ന ആളല്ലേ സ്വാമി? അതെ, സ്വാമിയോട് ചോദിക്കേ. തങ്കച്ചിയെ പോലെ വേറെ ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോന്ന്? ഉണ്ടെങ്കിലേ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് തങ്കച്ചിയുടെ പലിശ കൊടുക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? കാഞ്ചനെ, നീ ഒന്നും മിണ്ടായിരിക്കെ. ഓ, ആ സാറ് ടെൻഷൻ ആവാതെ, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. ആ, ഒരു വഴിയുണ്ട്. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ബുദ്ധി പരിപാടിയാ. എന്ത്? അല്ല, നിന്റെ കുറെ ആഭരണങ്ങള് ഇവിടെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടില്ലേ? തങ്കച്ചിയുടെ പലിശ കൊടുക്കാൻ തൽക്കാലം അതെടുക്കാം. അത് മതിയായിരിക്കും അല്ലേ? അത് പറ്റില്ല. എന്റെ ആഭരണങ്ങള് പണ്ട് പലിശക്കാരിക്ക് കൊടുക്കാനുള്ളതല്ല. എന്റെ അമ്മയുടെ ആഭരണങ്ങളും ആ കൂട്ടത്തിലുണ്ട്.
അമ്മയുടെ മരണത്തിന് കാരണക്കാരിയായവർക്ക് തന്നെ അത് കൊടുക്കണമെന്ന് പറയാൻ അപ്പച്ചിക്ക് എങ്ങനെ മനസ്സ് വന്നു? അല്ല, ഞാൻ അത് ഓർത്തില്ല. തൽക്കാലത്തെ ഒരു പിടിച്ചുനിപ്പിന് വേണ്ടി ഒന്ന് പണയം വെക്കാന്നാ ഞാൻ പറഞ്ഞേ. അത് നടക്കില്ല. അപ്പച്ചിക്ക് അത്ര വിഷമാണെങ്കിലേ സ്വന്തം ആഭരണങ്ങൾ എടുത്തു കൊടുക്ക്. ആങ്ങളയ്ക്ക് വേണ്ടിയല്ലേ? ഓ പിന്നെ അതിനിത്തിരി പുളിക്കും. ഹ, പിന്നെ എന്റെ ആഭരണങ്ങൾ ഇപ്പൊ തരാൻ ഞാൻ പണം വീട്ട. എനിക്ക് വേണ്ടി നീ നിന്റെ ആഭരണങ്ങളൊന്നും നഷ്ടപ്പെടുത്തണ്ട. അതവിടെ ഭദ്രമായിരിക്കട്ടെ. ഞാനുണ്ടാക്കി വെച്ച കടങ്ങൾ ഞാൻ തന്നെ വീട്ടിക്കോളാം. നീ എന്താ അക്ഷര ഇങ്ങനെ പെരുമാറുന്നത്? ഒരു പ്രശ്നം വരുമ്പോ ഒന്നിച്ചു നിൽക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾ എന്താ പറയുന്നേ? ഞാൻ എന്റെ ആഭരണങ്ങള് ആ സീതാലക്ഷ്മി തങ്കച്ചയ്ക്ക് കൊടുക്കണമെന്നാണോ? അതെ. ഇവിടെ ഇപ്പോ ആഭരണങ്ങൾ ലോക്കറിൽ സൂക്ഷിച്ചു വെക്കുന്നതല്ല പ്രധാനം. തങ്കച്ചി ഈ വീട്ടിൽ അധികാരം സ്ഥാപിക്കുന്നത് തടയുക എന്നതാ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം. കൊണ്ടുവാടോ രണ്ടിനെ. നിങ്ങൾ വെക്കോ. ആ നടേശ സാർ ഇരിക്കണം. എന്തൊക്കെയുണ്ട് മനോഹര വിശേഷങ്ങൾ? ചെവിക്കകത്ത് മൂളല് ഇതുവരെ മാറിയില്ല. ചന്ദ്രമോള് ഇപ്പൊ വിളിച്ചു വച്ചതേ ഉള്ളൂ. റൂബി മോളെ കാണാൻ വന്നേക്കും. ഞാനും ചന്ദ്രയെ കണ്ടിട്ട് കുറെ നാളായി. ആ മോളെ, ഈ മനോഹര സാറിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കൂ. ഇന്നിനിപ്പോ FIR എടുത്ത് അത് കമ്പ്യൂട്ടറിൽ കയറ്റി മെഡിക്കലും എടുത്ത് വരുമ്പോഴേക്കും വൈകും. ഒരു ദിവസം ലോക്കപ്പിൽ ഇരിക്കട്ടെ.